ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് 8 മന്തിൻ്റെ സ്കാനിങ് ഉള്ളതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ പകുതി വെച്ച് ഞാൻ മറന്നു പോകും ഞാനിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അടുത്ത ദിവസത്തെ ഒരു വീഡിയോൻ്റെ ക്ലിപ്പിങ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴായിട്ട് ഓരോ ദിവസവും ഉറങ്ങി എണീക്കുമ്പോൾ എനിക്ക് പല പല മുഖങ്ങളാണ്. ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കണ പോലെ, ചിലപ്പോൾ നീരുള്ള പോലെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഭയങ്കരമായ ഡിഫറെൻറ്റ് ചേഞ്ചസാണ് ഈ ഒരു 8-ാം മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എന്നിൽ കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ ഈ ഒരു ബോട്ടിലാണ് ഇപ്പോൾ എൻ്റെ കൂട്ടുന്നത്. എവിടെ പോയാലും കയ്യിലുണ്ടാവും. നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തൊട്ട് നല്ലപോലെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 11 o'clock അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പാലാരവട്ടം സ്ഥലം അവിടേക്ക് പോകുമ്പോൾ നല്ല പണിയും മെട്രോൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. എങ്ങാനും ഡെലിവറി പെയിൻ വരുന്നത് നല്ലൊരു തിരക്കൊക്കെ ഉള്ളൊരു ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എത്താൻ നല്ലപോലെ ലേറ്റ് ആകും. നോർമലായിട്ട് പോവുകയാണെങ്കിൽ തന്നെ 1 hour എടുത്താണ് നമ്മളവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഫസ്റ്റ് ഡെലിവറി അവിടെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നത്. ഞാൻ വളരെ കംഫർട്ടാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും വേറെ ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് അവിടുത്തെ ആ ഒരു രീതികളൊക്കെ നമുക്ക് എപ്പോഴും പോയി ഇതുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഡെലിവറി ടൈമിൽ ഈ പ്രാവശ്യം ചേട്ടനെയും കൂടെ കയറ്റണം. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു, എന്നാലും ഈ പ്രാവശ്യം ആ ടൈമായപ്പോൾ ആളുണ്ടായില്ല കേട്ടോ. ഈഫ വരുന്ന ടൈമായപ്പോൾ ഈ പ്രാവശ്യം കൂടെ തന്നെ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹവും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. രാവിലെ എണീറ്റ് ഈഫനെ വിട്ടാൽ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി, പിന്നെ ആണ് എണീക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. ഇത് പോകുന്ന വഴി ഇവിടെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാണ്ട് എന്തെങ്കിലും ഒരു ഡോഗിനെ അവർ മേക്ക് ഓവറൊക്കെ ചെയ്യണമായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ വന്നിട്ട്. എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റും ഏറ്റവും സങ്കടകരമായിട്ടുള്ള സംഭവം നടന്നൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത 2 നിമിഷങ്ങൾ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരു ക്യാമറമാൻ്റെ വൈഫായാലും ഇതാണ് പ്രശ്നം. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കല്ലേ ഇങ്ങനെ എടുക്കല്ലേ, ലൈറ്റ് കുറവാണ് അത് കുറവാണ് എന്തൊക്കെയോ കുറേ ടേംസൊക്കെ അവർ പറയും കേട്ടോ. അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കാറുള്ള വീഡിയോസൊക്കെ ആണെങ്കിലും കാണുമ്പോൾ അറിയാതെ ഇതാണ് നമ്മുടെ ലേബർ സൂട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതിൻ്റെ അകത്തേക്കാണ് ഞാൻ കയറി പോവേണ്ടത്. അപ്പോൾ എൻ്റെ ഡോക്ടറും ഇരിക്കുന്നത് അവിടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മറന്നുപോയി കുറേ കാര്യങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ ഈവനിങ് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അതുവരെ ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. ഇത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇന്നലെ കണ്ട വീഡിയോയിലുള്ള എൻ്റെ ഫേസും ഇന്നത്തെ എൻ്റെ ഫേസും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ കേട്ടോ. ഓരോ ദിവസവും ഓരോ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. വീഡിയോസ് ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മാസം ഫുൾ ഫ്രീ ആണ് അല്ലാതെ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഞങ്ങൾ ഇപ്പോൾ മറ്റേ ഹോസ്പിറ്റൽ വീഡിയോൻ്റെ ബാക്കിയായിട്ടായിക്കോട്ടെ കാണുന്നത്. ഇങ്ങനെ സംസാരിച്ച മനസ്സിലായിരുന്നു. നമ്മളിപ്പോൾ ഡെക്കാത്ലോണിലേക്ക് പോവുക. എന്തിനാണ് ഡെക്കാത്ലോണിൽ പോകുന്നത്? നമ്മൾ റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടി പോകണം. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഹോസ്പിറ്റലിലേക്ക്
നമ്മൾ അധികം ഇറങ്ങാഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ ഇപ്പം ആവശ്യം വന്നു. അപ്പോൾ നല്ലൊരു റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങാടിയൊക്കെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു റെയിനി ആയിട്ടുള്ള ഡേ കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ഓർത്തിട്ടും ഈ ഒരു മഴ കാരണം നമുക്ക് കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ ആണെങ്കിൽ വീട്ടിലിടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് വെയർ ജിം വെയർ ഒക്കെ വാങ്ങുന്നത് ഡെക്കാത്ലോണിൽ കേട്ടോ. നല്ല ക്വാളിറ്റിയും വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇയേഴ്സായി 5 ഇയേഴ്സിന് മേലെയെന്ന് തോന്നുന്നുണ്ട് കുറേ അവിടുത്തെ ട്രൗസേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും ക്വാളിറ്റിയാണ്, ഒന്നും പറ്റില്ല, കീറിപ്പോവുകയോ ഫെയ്ഡാവുകയോ കളർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഡെക്കാത്ലോണിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ നോക്കി പോകുന്നത് റെയിൻ കോട്ടുള്ള സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ റെയിൻ കോട്ടിനൊക്കെ ഓഫറൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഓർത്ത് ഞാൻ 299 399 എന്നൊക്കെ ഉള്ള ഒരു വീഡിയോസൊക്കെ കണ്ടാൽ പോയതെങ്കിലും അവിടെ അതൊന്നുമില്ല കേട്ടോ. ഒരു 1000 ആ ഒരു റേഞ്ചിന് മുകളിലോട്ടുള്ളത്, ആ ഒരു റേഞ്ചൊക്കെ ഉള്ളതൊക്കെ തൊട്ടാണ് ഉള്ളത്. പിന്നെ ക്വാളിറ്റി നല്ലത് എടുക്കുക എന്നുള്ളതും കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തട്ടോ. അപ്പോൾ കുറേ സെക്ഷൻ സൈക്കിള്, ഇഫൊക്കെ സൈക്കിൾ എടുത്തതൊക്കെ ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ കുറേ സെക്ഷൻസ്, റെയിനി സീസണിൻ്റെ സെക്ഷൻസ് നല്ല ഭംഗിയുള്ള കോടയൊക്കെ ഉണ്ടായിട്ട് ഒട്ടും കനം തന്നെ ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പോൾ അതേ എടുത്ത് നോക്കണത് റെയിൻ കോട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് പല സൈസ്, ഇപ്പോൾ പാൻറ്റ് വേറെ സൈസ്, പൊക്കത്തത് വേറെ സൈസ്, അങ്ങനത്തെയൊക്കെ നമുക്ക് മാറ്റി എടുക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ എടുക്കണ്ട എന്നുള്ളതല്ലാത്ത കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അതേ അവിടെ ഇങ്ങനെ മാസ്ക്, ബാൻഡ് സെക്ഷൻ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുണ്ട് ഹെയർ ഉള്ളതുകൊണ്ട് തന്നെ വെച്ചിട്ട്. പക്ഷേ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേറ്റ്, അത്രയും റേറ്റിനുള്ളത് ഉണ്ടാവുന്ന ഡൗട്ട് തോന്നിയിട്ട് അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ കുടകൾ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അംബ്രല്ല കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ കാണില്ല നോർമൽ കുടനേക്കാളും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിടിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ ഒരു മോഡലാണ് തോന്നണം. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അമ്മ കുറഞ്ഞെടുക്കണമെന്ന് ഓർത്തു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ക്യാമറമാനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുന്നാന്ന് പറഞ്ഞ് ഫോൺ കയ്യിലോട്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നത്. മറ്റുള്ളവരെല്ലാവരും വീഡിയോ എടുക്കും, എൻ്റെ വീഡിയോ മാത്രം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും തല്ലുപിടിക്കോട്ടോ. അതങ്ങനെ ആയിരിക്കുമല്ലോ ഒട്ടുമിക്കവരും. അപ്പോൾ അതേ ഉച്ച സമയമായി, നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്നോർത്ത്. ഇവിടെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല ചേട്ടൻ, പക്ഷേ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറുക. അടിപൊളി ഫുഡായിരുന്നു. ഇവിടുത്തെ ചേച്ചിമാർ പറയാതിരിക്കാൻ വയ്യ, നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. പൈനാപ്പിൾ ചാറാണ്, അത് കഴിക്കരുത് എന്നൊക്കെ എന്നോട് വന്ന് പറയുമായിരുന്നേ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴായിട്ട് ഇതാണ് എൻ്റെ കുറച്ച് ടൈം പാസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.